താരപുത്രിയാണെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ മലയാളികൾക്ക് വളരെ സുപരിചിതയാണ് ദിയ കൃഷ്ണ. നടൻ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയയെ ഓസി എന്നാണ് എല്ലാരും വിളിക്കുന്നത്. മൂത്ത മകൾ അഹാന സിനിമാ നടിയായി തിളങ്ങി നിൽക്കുമ്പോൾ അനിയത്തി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. മാസങ്ങൾക്ക് മുമ്പാണ് താൻ പ്രണയത്തിലാണെന്ന് ദിയ വെളിപ്പെടുത്തുന്നത്. പിന്നാലെ കാമുകനെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തി. വീട്ടുകാരുടെ സമ്മതം കൂടി കിട്ടിയതോടെ വിവാഹം കഴിക്കാമെന്ന തീരുമാനത്തിലേക്കും എത്തി. സെപ്റ്റംബറിൽ നടക്കുന്ന വിവാഹത്തിന് വേണ്ടി സ്വർണം വാങ്ങിക്കാനും വസ്ത്രങ്ങൾ വാങ്ങിക്കാനും ഒക്കെയുള്ള തിരക്കിലാണ് ഓസി. ഇതിനിടെ അശ്വിന്റെ വീട്ടിലേക്ക് കുടുംബാംഗങ്ങൾക്കൊപ്പം പോയതുമൊക്കെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കുന്ന വീഡിയോയിലൂടെ ദിയ കാണിക്കാറുണ്ട്. ഇപ്പോഴിതാ വീണ്ടും അശ്വിന്റെ അമ്മയുണ്ടാക്കുന്ന വിഭവങ്ങളെക്കുറിച്ച് പറഞ്ഞാണ് പുതിയൊരു വീഡിയോയുമായി ഓസി എത്തിയിരിക്കുന്നത്. ബാക്കി വന്ന ഇഡലി കൊണ്ട് ഫ്രൈ ചെയ്യുന്നൊരു വെറൈറ്റി വിഭവത്തെ പറ്റിയായിരുന്നു വീഡിയോയിലൂടെ ദിയ കാണിച്ചത്. മുൻപ് അമ്മായിയമ്മയുടെ അച്ചാർ ബിസിനസിനെ കുറിച്ചും മറ്റുമൊക്കെ താരപുത്രി കാണിച്ചിരുന്നു. എന്നാൽ വിവാഹത്തിന് മുന്നേ ഭർത്താവിന്റെ വീട്ടിൽ താമസം ആരംഭിച്ചു എന്ന് ചോദിച്ചുകൊണ്ടാണ് ആരാധകർ എത്തിയിരിക്കുന്നത്. ഓസി, ദയവായി നിങ്ങളുടെ കുടുംബത്തോടും മാതാപിതാക്കളോടും ഒപ്പം നല്ല സമയം ചെലവഴിക്കാനാണ് ഒരാൾ പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഈ സമയം ഒരിക്കലും തിരികെ ലഭിക്കില്ല. വിവാഹശേഷം അശ്വിൻ എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. എന്നാൽ വിവാഹശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെയും വീടിനെയും ശരിക്കും നഷ്ടമായതുപോലെ തോന്നും. പിന്നീട് നിരാശപ്പെട്ടിട്ട് കാര്യമില്ലെന്നാണ് ഒരു ആരാധകൻ പറഞ്ഞത്. എന്നാൽ ഇതിന് താഴെ കമന്റുമായി മറ്റു ചിലരും എത്തി. 27 വർഷമായിട്ടും അവർ ജീവിച്ചത് സ്വന്തം വീട്ടിൽ തന്നെയല്ലേ, പിന്നെ എന്താ കുഴപ്പമെന്നായിരുന്നു ഒരാളുടെ ചോദ്യം. എന്നാൽ എനിക്ക് 27 വയസ്സില്ലെന്നും 25 വയസ്സേ ഉള്ളൂവെന്നും പറഞ്ഞ ദിയ തമാശ രൂപേണ ഈ കമന്റിന് മറുപടി കൊടുത്തിരിക്കുകയാണ്. ദിയയുടെ പുതിയ വീഡിയോയുടെ താഴെ ആശംസകൾ അറിയിച്ചും അഭിപ്രായങ്ങൾ പറഞ്ഞും നൂറുകണക്കിന് ആരാധകരാണ് എത്തിയിരിക്കുന്നത്. ചിലർ അശ്വിന്റെ വീട്ടിലെ അടുക്കളയെയും അവിടുത്തെ വൃത്തിയില്ലായ്മ ചൂണ്ടിക്കാണിച്ചെത്തിയിരുന്നു. എന്നാൽ ഇത് മോഡുലർ അടുക്കളയല്ല, ഉള്ള സ്ഥലത്ത് കഠിനാധ്വാനം ചെയ്ത് ചെറുകിട ബിസിനസ് നടത്തുന്ന ഒരു സാധാരണ വീട്ടമ്മയുടെ അടുക്കളയാണ്. ഒരേ സമയം പല പണികൾ ചെയ്യുമ്പോൾ അടുക്കള വൃത്തികേടാകും. അതവരുടെ ജോലി കഴിയുമ്പോൾ വൃത്തിയാക്കും. ഒരു വീട്ടിലെ സാധാരണ ജോലികളല്ല, ഒരേ സമയം ഒരുപാട് ജോലികൾ ചെയ്യുന്നതാണ്. അതിൽ കുറ്റം കണ്ടുപിടിക്കേണ്ടെന്നാണ് ഒരാൾ പറയുന്നത്. ദിയ വളരെ ലക്കിയാണ്. ഇതുപോലെ റൊമാൻറ്റിക്കും കെയറിങ്ങുമായിട്ടുള്ള ഒരു ജീവിത പങ്കാളിയെ കിട്ടാൻ ഇക്കാലത്ത് സാധ്യമല്ല. അശ്വിൻ വളരെ കഴിവുള്ള വ്യക്തിയാണ്. എല്ലാ കാര്യത്തിലും അവൻ ദിയയെ പിന്തുണയ്ക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ദിയയുടെ ആദ്യ ലവറും അശ്വിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ എന്നും ചോദിച്ച് ഒരാൾ എത്തിയിരുന്നു. അയാൾക്ക് വേണ്ടത് ഒരു അടിമയായിരുന്നു. അശ്വിന് വേണ്ടത് സൂപ്പറായിട്ടുള്ള ഒരു പങ്കാളിയെയാണ്. രണ്ടാൾക്കും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന്റെ ആശംസകൾ.